ഇപ്പോൾ BJP കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് PR ശിവശങ്കർ ഉറച്ചു പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഉറച്ചു പറയാൻ കഴിയാതിരിക്കെ എന്താണ് എക്സാലോജിക്കിനെതിരെ അല്ലെങ്കിൽ KSIDCക്കെതിരെ സമരം നടത്തിയാൽ അത് CMRനെതിരായ സമരമാകും എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ BJP അടക്കം മിണ്ടില്ല. ശ്രീ PR ശിവശങ്കർ ഏതാണ്ട് വഴിപാട് പോലെയുള്ള കുറച്ച് പ്രസ്താവനയ്ക്കപ്പുറം. ഹഷ്മി, ഈ CMRൻ്റെ നിന്ന് പണം BJP വാങ്ങി എന്നുള്ളതിന് ഹഷ്മിയുടെ വല്ല തെളിവുണ്ടോ? അപ്പോൾ അത്തരത്തിൽ തെളിവുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, BJPയുടെ ഒരു നേതാവിൻ്റെ പേരും ഇതുവരെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ അന്വേഷണം നടന്നതിൽ അല്ലെങ്കിൽ എക്സാലോജിക്കിനോ പിണറായി വിജയനോ പറയാമല്ലോ ഇവരും മേടിച്ചിട്ടുണ്ടെന്ന് അത്തരത്തിൽ കണക്കുണ്ടെങ്കിൽ. CPMൻ്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അല്ല PR ശിവശങ്കർ, ഞാൻ പറഞ്ഞത് PR ശിവശങ്കർ വ്യക്തിപരമായി വേണമെങ്കിൽ നേർക്കുനേർ പറയാം, ഇങ്ങനെ വളച്ചു കേട്ടാൽ നേർക്കുനേർ പറയാം BJP കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന്. ഇപ്പം അങ്ങ് BJPയുടെ വക്താവാണ്, ഔദ്യോഗികമായി പറയാം. അങ്ങേക്ക് പറയാൻ കഴിയാതെ അതിൽ പേരുണ്ടോ പുറത്തുനിന്ന് പേരുണ്ടോ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ തെളിവുണ്ടോ? തെളിവില്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഹഷ്മി വാങ്ങിച്ചിട്ടുണ്ട്, 24 വാങ്ങിച്ചിട്ടുണ്ട് 40 കോടി രൂപ എന്ന് ഞാൻ പറഞ്ഞാൽ ഹഷ്മി എന്ത് ഉത്തരം പറയും? അസംബന്ധമാണ് ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ തെളിവില്ലെങ്കിൽ അസംബന്ധമാണ് ഇല്ല എന്ന് ഞാൻ പറയും. അത് ഞാനും പറയുന്ന അസംബന്ധമാണെന്ന്. BJP കരിമണൽ കർത്തായിൽ നിന്ന് ഒരു ആനുകൂല്യം പറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ ആ ഭാഷ ഉപയോഗിച്ചില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ല, BJP കരിമണൽ കർത്തായുടെ ഭാഗത്തു നിന്നും കരിമണൽ കർത്തായുടെ പറ്റിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, 89 മുതൽ 2024 വരെയുള്ള ഈ സമയത്ത് കരിമണൽ കർത്തായിൽ 5 പൈസ വാങ്ങിയിട്ടില്ല BJP, അല്ലേ PR ശിവശങ്കർ? അല്ല, അവിടെ ലോക്കൽ വല്ല പ്രവർത്തകർ വല്ല ആവശ്യത്തിന് വാങ്ങിയിട്ടുണ്ടാകും, അല്ലാണ്ട് വലിയ നേതാക്കൾ വന്നു വലിയ പണമൊന്നും വാങ്ങിയിട്ടില്ല. അതിനുള്ള ഗുണം BJPയുടെ ഞങ്ങൾക്ക് ഭരണമില്ലല്ലോ, പ്രതിപക്ഷങ്ങളുമില്ല, അവിടെയുള്ള MLAയുമല്ല, പിന്നെ ഞങ്ങൾക്ക് പണം തന്നിട്ട് കർത്താവിന് എന്ത് കിട്ടാനാ? അപ്പോൾ ഗുണം കിട്ടാത്ത ജനറൽ മാനേജർ നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് സർ. നിങ്ങൾ സത്യത്തിൽ CMR ജനറൽ മാനേജർ കർത്തായുടെ സഹോദരൻ നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അവിടെ തൊഴിലാളി യൂണിയൻ ഉണ്ട്, തൊഴിലാളി യൂണിയനിൽ BMS ഉണ്ട്, BMS-ഉം CAT-യും INTUs-ഉം കൂടെ സമരം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടല്ലേ? അതല്ല, നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘ് RSSന്റെ വ്യാപാരി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അജിത് കർത്ത സർ. RSSന്റെ വ്യാപാരി വ്യവസായ സംഘം എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത് പ്രവർത്തനമല്ല, സംസ്ഥാന അധ്യക്ഷൻ. അല്ല, അതിന് തെറ്റെന്താണെന്ന് ഞാൻ ചോദിക്കണം. എനിക്ക് ഒരു പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അയാളുടെ കമ്പനിയുടെ ചെയർമാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അയാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ സംഘടനയിലോ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പല ഈ സംസ്ഥാനത്തെ പല പത്രപ്രവർത്തകർക്കും പലയിടത്തും പ്രവർത്തിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല അങ്ങനെ നിയമമുണ്ടെന്ന്. ഞാൻ പറയുന്നത് ഇത് ഇവിടെ 135 കോടി രൂപ ഒരു കമ്പനി നടത്താൻ 135 കോടി രൂപ ഇവിടെ വാരി എറിഞ്ഞ കഥ പറയുകയാണ്, കൈക്കൂലി കൊടുത്ത കഥ പറയുകയാണ് CMR എന്നുള്ള കമ്പനി. അതാണ് അവിടെ രേഖാമൂലം എഴുതി വെച്ചിരിക്കുന്നത്. ആ കമ്പനിയുടെ ഏതെങ്കിലും അവിടെ സ്വീപ്പറായി പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ കമ്പനിയുടെ ജനറൽ മാനേജറായ കരിമണൽ കർത്തയുടെ സഹോദരൻ അജിത് കർത്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സംഘടനയുടെ അധ്യക്ഷൻ. പോട്ടെ, അത് മാത്രം അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കുള്ളൂ. അല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ 135 കോടിയല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ മുടക്കിയിട്ടുണ്ടാവും. ഇത് കണക്കിൽ പെടുന്ന അല്ലെങ്കിൽ കണക്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം വേണം. ആ അന്വേഷണമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇരു മുന്നണികളും പല കാലങ്ങളായി ഭരിച്ചിട്ടും എത്രയോ വർഷങ്ങളായിട്ട് ഈ CMR നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ KMML നിന്ന് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കരിമണൽ ഊറ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നിരുന്നോ? സംസ്ഥാനത്ത് ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനെ പൂർണ്ണമായും ഇപ്പോൾ അടുത്ത കാര്യം KSIDCക്ക് ഇത്ര കോടി നഷ്ടമുണ്ടായിട്ടും ഇതുവരെ എന്തുകൊണ്ട് KSIDCയിലെ അവിടുത്തെ ഡയറക്ടർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല? ആ CMRലെ ഡയറക്ടർ കൂടിയാണല്ലോ ഇപ്പോൾ KSIDCയുടെ ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥനെതിരെ പോലും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത KSIDCയെയോ അതിൻ്റെ വ്യവസായ വകുപ്പിനെ കുറിച്ചോ നിങ്ങൾക്ക് ആർക്കും ഒരു അധിക്ഷേപമില്ല. നിങ്ങൾ നിശബ്ദരാണ്. നിങ്ങളെല്ലാം പിണറായി വിജയൻ്റെ കൂടെ എതിരാണ് മാത്രം പറയുന്നത്. തീർച്ചയായിട്ടും പിണറായി വിജയനെയും എക്സാലോജിക്കിനെയും തീർച്ചയായിട്ടും എതിർക്കണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മറ്റു പലരും കൂടിയുണ്ട്. ഈ ഇത്തരത്തിലുള്ള വ്യവസായ വകുപ്പിനെ നിയന്ത്രിക്കുന്നവരും അതിൻ്റെ ഭാഗമായിട്ടുള്ളവരുമുണ്ട്. എന്തുകൊണ്ട് KSIDCനെതിരെ നടപടിയെടുത്തിട്ടില്ല? ഇത് CMRൽ മാത്രമാണോ? KSIDC എന്തോരം സ്ഥാപനങ്ങൾക്ക് നമുക്കറിയാം തെറ്റായ രീതിയിൽ ലോൺ കൊടുത്തിട്ട് 40 കോടി രൂപ നഷ്ടം വരുത്തിയെന്ന് CNTG റിപ്പോർട്ടില്ലേ?
KSIDCയുടെ തന്നെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്ഥാപനം 400 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ട് 40 കോടി രൂപ GST ടാക്സ് പിടിച്ചതിന് ജയിലിൽ കിടക്കുന്നില്ലേ ആൾ? അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ആ ഷെയർ റിട്ടേൺ വാങ്ങിച്ചോ? ആ നഷ്ടം മുഴുവൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളതല്ലേ? ഇവിടെ അരിവാൾ രോഗം പിടിച്ചിട്ട് അവർക്ക് പെൻഷൻ നൽകാതെ മരിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ KSIDCയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നടപ്പാക്കുന്ന വലിയ സ്ഥാപനങ്ങളിൽ 400 കോടി രൂപയുടെ എല്ലാം തെറ്റായ രീതിയിലുള്ള അഴിമതി, 133 അല്ല 400 കോടി, അതിൽ 40 കോടി ഡയറക്റ്റ് GST വെട്ടിപ്പ്, അത് പിടിച്ചിട്ട് എന്തെങ്കിലും ഹാഷ്മി ഒരു ചർച്ച നടത്തിയോ? ആ ഫോട്ടോ നിങ്ങൾ കാണിച്ചോ? അപ്പം നിങ്ങൾക്ക് ചില ആളുകളെ താല്പര്യമുണ്ട്. CMR കഥ പരസ്യം തരാത്ത കാരണം നിങ്ങൾക്ക് അയാൾക്കെതിരെ പറയുന്നു. സന്തോഷം, പറയാൻ തന്നെ വേണം. ഇതിനേക്കാൾ വീരന്മാരുണ്ട് എന്ന് കൂടി പറഞ്ഞതാണ്. എന്തിനാണ് CMR സോഫ്റ്റ് കോർണർ? എനിക്കെന്താ സോഫ്റ്റ് കോർണർ? നിങ്ങൾ പിടിച്ചകത്തിടുന്നേ. താങ്കൾ എന്തിനാണ് എനിക്കെന്താ പ്രശ്നം? സർ, താങ്കൾ എന്തിനാണ് CMR കൈക്കൂലി കൊടുത്തതിനെ കുറിച്ച് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് വന്ന PR ശിവശങ്കർ CMR പറ്റി പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളുന്നത് എന്തിനാണ്? ഇവിടെ CMR പറ്റി ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ആരോപണ രൂപത്തിൽ പറയുന്നതല്ല. അവിടെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് പറയുന്ന ഒരു ആധികാരിക സംവിധാനം അന്വേഷിച്ച് കണ്ടെത്തിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർ 135 കോടി രൂപ കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം കൈക്കൂലി കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പം ആ കൈക്കൂലി വാങ്ങി ഞാനുണ്ട്, എന്നെ പിടിച്ചാത്തിട്ടുണ്ടേ, എൻ്റെ സ്ഥാപനം ഉണ്ടെങ്കിൽ അവരെ പിടിച്ചാത്തിട്ടുണ്ടേ. നിങ്ങൾക്കൊന്നും പറയാനില്ല ആവശ്യത്തിൽ. അപ്പോൾ CMR പറ്റി പറയുമ്പോൾ നിങ്ങൾ അങ്ങ് എതിരെ പറയുന്ന വാർത്ത കൊടുക്കുകയാണോ? ഞാൻ പറഞ്ഞത് CMR കുറിച്ച് നിങ്ങൾ 23 മണിക്കൂറും വാർത്ത കൊടുക്കൂ. പക്ഷേ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ മുൻപിലെല്ലാം വാർത്തകളായിട്ട് വന്ന ഒരു സ്റ്റീൽ കമ്പനിക്കെതിരെ 1 മണിക്കൂർ വേണ്ട, 1 മിനിറ്റെങ്കിലും വാർത്ത കൊടുക്കാൻ തയ്യാറായെന്നേ ചോദിച്ചുള്ളൂ. CMR കൊണ്ട് നിങ്ങൾ നിരന്തരം കൊടുത്തോളൂ, ഒരു സംശയവുമില്ല. എക്സാലോജിക്കിനെതിരെയും പിണറായി വിജയനെയും കൊടുത്തോളൂ, എനിക്ക് ഒരു സംശയവുമില്ല, കൊടുക്കണം. പക്ഷേ ഒരിക്കൽ പോലും ചർച്ച ചെയ്യില്ല എന്നുള്ള വാശി എന്താണ് ഇത്തരത്തിലുള്ള GSTയിൽ അകത്ത് കിടന്ന ആളെ കുറിച്ചിട്ട്? അതല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് 40 കോടി രൂപ തെറ്റായ രീതിയിൽ ലോൺ കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ എന്തിനാണ് 2-3 മണിക്കൂർ ചർച്ച ചെയ്യാം.